പ്രായം ചിലർക്ക് ഒരു നമ്പർ മാത്രമാണ്. എന്നെ സംബന്ധിച്ചല്ല പറയുന്നത്, കുഞ്ഞമ്പേട്ടനെ സംബന്ധിച്ചാണ്. കുഞ്ഞമ്പേട്ടൻ്റെ പ്രായം ഒരു നമ്പർ പോലുമല്ല. ഈ 90-ാം വയസ്സിലും സൈക്കിൾ ചവിട്ടി പാലൊക്കെ ആയിട്ട് ഈ നാട്ടിലൂടെയൊക്കെ നടക്കുകയാണ് കുഞ്ഞമ്പേട്ടൻ. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. തയ്യൽ പഠിക്കാൻ തുടങ്ങിയ 20-ാം വയസ്സ് മുതൽ സൈക്കിളിലാണ് യാത്ര. ഉദിനൂരിൽ നിന്ന് അക്കാലത്ത് തൃക്കരിപ്പൂരിലെ തുണിക്കടയിൽ കൃത്യസമയത്ത് എത്താൻ വേണ്ടിയാണ് സൈക്കിൾ സവാരി ശീലമായത്. ടൈലറിങ് പഠിക്കാൻ പോയി. ആ അവസരത്തിൽ തൃക്കരിപ്പൂരേക്ക് പോകണമല്ലോ. അപ്പം സൈക്കിള് ചവിട്ടിയാൽ വേഗം പോകാമല്ലോ. അങ്ങനെ സൈക്കിൾ പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ തങ്കയത്തിൽ പോയിട്ട് ആ സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പഠിച്ചു. ഇന്നലെ ഞാൻ തങ്കയം ആശുപത്രിയിൽ പോയി സൈക്കിൾ കൊണ്ടായിട്ട്. അങ്ങനെ അത്യാവശ്യം അധികം എൻ്റെ ക്രിസ്റ്റലം ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് ക്രിസ്റ്റൽ. ആട്ടേക്ക് എപ്പോഴും ഇത് സൈക്കിൾ കൊണ്ട് തന്നെ പോയി. പിന്നെ നമ്മളെ അടുത്ത് പീടികയിലുണ്ടല്ലോ, ആളെ പോകുമ്പം സൈക്കിളിന് എടുക്കൽ, അതായത് പുറത്തേക്ക് പോകുമ്പോൾ സൈക്കിളിന് എടുക്കൽ. നവതി പിന്നിടുമ്പോഴും പാടത്തും കുഞ്ഞമ്പൂവേട്ടൻ സജീവം. പശു വളർത്തലും ഒപ്പമുണ്ട്. പാൽ കറന്ന് വിപണിയിലെത്തിക്കുന്നതും ഇതേ ഹീറോ സൈക്കിളിൽ. പശുവിന് ഞാൻ പുല്ല് കൊടുക്കും, വെള്ളം കൊടുക്കും, അതിന് കറക്കുകയും ചെയ്യും. ഞാനിപ്പം ദൂരം പോകും. ഇവിടെ വേണം 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോകണമെങ്കിൽ ഞാൻ പോകും. എനിക്ക് സാധിക്കും, പക്ഷെ അത് അനുവദിക്കുന്നില്ല. കാസർഗോഡ് ഉദിനൂരിൽ 1000-ലേറെ വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സൈക്കിൾ ഉപയോഗിക്കുന്നതിന് പിന്നിലും കുഞ്ഞമ്പൂവേട്ടൻ പ്രചോദനമാണ്. ഇതിനൊപ്പം സാംസ്കാരിക രംഗത്തും കുഞ്ഞമ്പൂവേട്ടൻ്റെ പ്രവർത്തനം ശ്ലാഘനീയം. പൊതുജന വായനശാലയുടെ അധ്യക്ഷ പദവിയിലും ഇന്നും കുഞ്ഞമ്പൂവേട്ടൻ തന്നെ. വായനശാലയുണ്ട്. വായനശാല പ്രവർത്തനം അതിൻ്റെ പേപ്പർ ബോർഡിൻ്റെ പൈസ കൊടുക്കും, പിന്നെ കരലിൻ്റെ പൈസ കൊടുക്കും. അങ്ങനെ വായനശാലയുടെ പ്രവർത്തനമുണ്ട്. വായന എപ്പോഴും വായിക്കും. കുഞ്ഞമ്പൂവേട്ടന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. സൈക്കിൾ സവാരിയും കൃഷിപ്പണിയും പശുപരിപാലനവും. അതു കഴിഞ്ഞാൽ ഈ വായനശാലയാണ് ശരണം. ഇതിൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാകും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.